أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا مني يا رب العالمين اللهم صل على محمد وعلى آل محمد ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തുൻ നംലാണ് ഇനി എടുക്കാനുള്ളത്. സൂറത്തുൻ നംല് മക്കയിൽ അവതരിച്ച സൂറത്താണ്. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളെ കുറിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൻ നംല്. സൂറത്തുൻ നംലില് 93 ആയത്തുകളാണ് ഉള്ളത്. സൂറത്തുൻ നംല് ഉറുമ്പുകളെ കുറിച്ച് പറയുന്നത്, ഉറുമ്പുകളെ കുറിച്ച്, അതുപോലെ തേനീച്ചയെ കുറിച്ച്, ഇതൊക്കെ സമൂഹമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. മനുഷ്യനെ പോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ജീവിത വ്യവസ്ഥകൾ ഉള്ളവരാണ് ഉറുമ്പുകളും അതുപോലെ തന്നെ തേനീച്ചകളും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് ഉദാഹരണമായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഉദാഹരണത്തിലൂടെ നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് കഴിയും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ഇതുപോലെ സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ. അതായത് നമുക്ക് മനുഷ്യന് സന്ത് പോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് ഉറുമ്പുകൾക്കും, അതുപോലെ തന്നെ പിന്നെ തേനീച്ചകൾക്ക്, പക്ഷികൾക്ക് ഒക്കെ സാമൂഹിക വ്യവസ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നത്. ഒരു സമൂഹമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അത് അവർക്കുള്ള സംസാര ഭാഷയും അവർക്കുള്ള ചിന്തകളും അവർക്കുള്ള ബുദ്ധിയും ഒക്കെ അവരുടേതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. അപ്പം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠമുണ്ട്. നമുക്ക് അവർക്ക് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അനുഭവങ്ങളും ഉണ്ട്. അപ്പം മനുഷ്യരെ പോലെ തന്നെ സംസാര ഭാഷ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവജാലങ്ങൾക്കും നൽകിയിട്ടുണ്ട്. നമുക്ക് സംസാര ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അത് അവരും നമ്മളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനില് സൂറത്തുൻ നംലിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ആ സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അത് മനുഷ്യന് മനസ്സിലാക്കി തരാനും കൂടിയാണ്. എല്ലാ ജീവജാലങ്ങളോടും നമ്മള് കാരുണ്യം കാണിക്കേണ്ടതിന്റെയും എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ വ്യവസ്ഥകൾ ഉണ്ടെന്നും അവരോട് നമ്മൾ കാണിക്കേണ്ട അതവുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാസീൻ. ഈ അക്ഷരങ്ങൾ, കേവലാക്ഷരങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് നമുക്ക് ഇതിൽ പോലും, ഈ ഖുർആനിൽ പോലും, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണോ? നിങ്ങൾ ഇന്ന് പോയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വരണം കേട്ടോ. മനുഷ്യനെ പോലെ സൃഷ്ടിച്ചതാണോ ഖുർആന്? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, ഒരിക്കലും ഒരു സൃഷ്ടിയല്ല ഖുർആൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഗ്രന്ഥമായിട്ട് കാണുമ്പം നമ്മള് പല ആളുകൾക്കും വരുന്ന ഒരു വലിയ തിന്മയാണത്. അതായത് ഈ ഖുർആനെ പിടിച്ചിട്ട് മുത്തുക, അതുപോലെ തന്നെ ഖുർആനെ ഭയങ്കരമായിട്ട് പവിത്രമാക്കി വെക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് ഒരു സൃഷ്ടിയെ പോലെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്ന ഒരു വസ്തുവിനെ പോലെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അല്ല, അതിന്റെ ഉള്ളിലുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന നമ്മളോട് സംസാരിക്കുകയാണ്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഖുർആന് കുറെ കെട്ടിപ്പൂട്ടി എടുത്തു വെച്ച് നമ്മൾ പല ഭംഗിയിൽ നമ്മൾ അതിനെ ഭംഗി കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പൊന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനെ പല ആളുകളും അതൊരു ബിദ്അത്ത് പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനെ പിന്നെ മുത്തുക, അതിനങ്ങനെ ഭയങ്കരമായിട്ട് അതിനോട് ബഹുമാനം കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. അതിലെ ആയത്തുകളാണ് നമ്മൾ ബഹുമാനം കാണിക്കുന്നത്. അതിന്റെ ഉള്ളിലെ ഉള്ളടക്കത്തിനോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് സംസാരിച്ച സംസാരത്തിനെയാണ് നമ്മൾ അതിനെ ബഹുമാനിക്കുന്നത്. ഓക്കെ, അത് രണ്ടും രണ്ടാണ്. നമ്മളതിനെ പല ആളുകൾക്കും വരുന്ന ബിദ്അത്താണ്. ആ ബിദ്അത്ത് നമ്മൾ നല്ലപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കലാമും അതുപോലെ തന്നെ സൃഷ്ടിപ്പും രണ്ടും രണ്ടാണ്. അപ്പൊ അതിൽ അറിയാത്തവരോടാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പല്ല ഖുർആന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചതാണ് പേന. പേന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതാൻ പറയുകയാണ്. അങ്ങനെയാണ്
ഖുർആന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഇറക്കിയത്. ഓക്കെ, ത്വാസീൻ കേവല അക്ഷരങ്ങളാണ്, അതിന്റെ അർത്ഥം നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് എന്താണ്, ഖുർആൻ എന്താണ് എന്ന് ചോദിച്ചത് കേട്ടോ. ഖുർആനിലെ അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഗ്രന്ഥത്തിലെ വചനങ്ങളാണ് അത്രയാവ. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയും അത്രേ അത്. ഫാത്തിഹ ഞാൻ ഓതിയിട്ടില്ലായിരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ ഖുർആനിലെ അഥവാ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഗ്രന്ഥത്തിലെ വചനങ്ങൾ അത്രയാവ. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയും അത്രയാ അത്. നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ ചെയ്യുന്നവർക്ക്. ഇതേ സെയിം ആയത്ത് നമ്മൾ വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണ് അത്? അൽ-ബഖറയിലെ തുടക്കത്തിലെ ആയത്തുകളാണ് കേട്ടോ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പരലോകത്തിൽ വിശ്വസിക്കാത്തതാരോ അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു, അങ്ങനെ അവർ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. അവരെത്ര കഠിന ശിക്ഷയുള്ളവർ. പരലോകത്താകട്ടെ അവർ തന്നെയായിരിക്കും ഏറ്റവും നഷ്ടം നേരിടുന്നവർ. തീർച്ചയായും യുക്തിമാനും സർവജ്ഞനുമായിട്ടുള്ളവന്റെ പക്കൽ നിന്നാകുന്നു നിനക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുള്ളത്. മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം, തീർച്ചയായും ഞാൻ ഒരു തീ കണ്ടിരിക്കുന്നു, അതിന്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് വല്ല വിവരവും കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു തീനാളം കൊളുത്തിയെടുത്ത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് തീ കായാമല്ലോ. അതായത് നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞിരുന്നു, മൂസ അലൈഹി ഇസ്ലാം ഫിറഔന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് ഈ പറയുന്ന ആയത്തിന്റെ ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതായത് ഈ മൂസ അലൈഹി ഇസ്ലാം ഫിറഔനിൽ നിന്ന് അതായത് മൂസ അലൈഹി ഇസ്ലാം ഒരാളെ കൊല്ലുകയും അങ്ങനെ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് മൂസ അലൈഹി ഇസ്ലാം ഒരു കുടുംബമായി മാറുകയാണ്. മൂസ അലൈഹി ഇസ്ലാം വിവാഹം കഴിക്കുകയും അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം കുടുംബത്തോടൊപ്പം ജീവിതം ആരംഭിക്കുകയും അങ്ങനെ 10 വർഷം മൂസ അലൈഹി ഇസ്ലാം ഭാര്യയുടെ പിതാവിന് കൊടുത്ത വാക്കനുസരിച്ച് അവരുടെ കൂടെ തന്നെ ജീവിക്കുകയും പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം കുടുംബസമേതം യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ വഴിയിൽ വെച്ചിട്ടാണ് ഇവര് എന്ത് ചെയ്യുന്നത്, സീനാ താഴ്വരയിൽ എത്തുന്നത്. സീനാ താഴ്വരയിൽ എത്തുമ്പോൾ രാത്രിയായിരിക്കുകയാണ്. അപ്പം രാത്രിയാണ്, നല്ല തണുപ്പുമാണ്. അങ്ങനെ വിഷമത്തിൽ പൊട്ടിരിക്കുന്ന സമയത്താണ് അവര് തീ വേണം എന്നുള്ള നിർബന്ധമാകുകയും അങ്ങനെ തീ പോലെ എന്തോന്ന് കാണുകയും അങ്ങനെ ഈ ഒരു മൂസ അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തീ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് മരത്തിൽ നിന്ന്, അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ മരത്തിൽ നിന്നാണ്, മരങ്ങൾ രണ്ട് ഒരതുമ്പോഴാണ് തീ കിട്ടുക. അപ്പൊ അങ്ങനെ തീ അവിടെ ഉള്ള ഒരു മരത്തിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടേക്ക് യാത്ര പോവുകയാണ്. കുടുംബത്തിനെ താഴ്വരയിലെ താഴത്ത് നിർത്തിയിട്ട് താഴ്വരയുടെ അപ്പുറത്തേക്ക് ചെല്ലുകയാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു, തീയിലുള്ളവരും അതിന് ചുറ്റുമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ലോകരക്ഷിതാവേ അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു. ഓക്കെ, തീയിലുള്ളവരും അഥവാ അടുത്തുള്ളവരും എന്ന് പറഞ്ഞത്, അതായത് മൂസ അലൈഹി ഇസ്ലാമിനെയും അവിടെയുള്ള മലക്കുകളെയും അതിന്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. അതായത് ഫലസ്തീന്, ഷാം, ഇതൊക്കെ എന്താണ്, അതിന്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഹേ മൂസ, തീർച്ചയായും പ്രതാപയുക്തിമാനുമായ അള്ളാഹു ആണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നീ നിന്റെ വടി താഴെയിടും. അങ്ങനെ അതൊരു സർപ്പം എന്നോണം ചലിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പിന്തിരിഞ്ഞോടി. കയ്യിൽ വടി ഉണ്ടായിരുന്നു. മൂസ അലൈഹി ഇസ്ലാം ആടിനെ മേയ്ക്കുന്ന ആളായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പം ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൽ നിന്ന് ഇല പൊഴിക്കണമല്ലോ. അപ്പൊ അതിനുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വടി ആടിനെ മേയ്ക്കുന്ന ആളുകൾ കൊണ്ട് നടക്കും. അപ്പൊ അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് വടി താഴെ ഇടാൻ. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം വടി താഴെ ഇട്ടപ്പോൾ അതെന്തായത്, സർപ്പമായിട്ട് മാറുകയാണ്. അപ്പം അദ്ദേഹം ഓടിക്കളഞ്ഞു, അവിടുന്ന് പേടിച്ചിട്ട് ഓടി. അപ്പം അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, അദ്ദേഹം പിന്തിരിഞ്ഞോടി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല, പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടി. അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, നീ ഭയപ്പെടരുത്, ദൂതന്മാർ എന്റെ അടുക്കൽ പേടിക്കേണ്ടതില്ല തീർച്ച. മൂസ അലൈഹി ഇസ്ലാമിന് ഏറ്റവും ധൈര്യശാലിയായ
നബിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്രക്ക് ധൈര്യശാലിയായ നബിയായിരുന്നു മൂസ അലൈഹി ഇസ്ലാം എന്നാണ്. എന്നിട്ടും മൂസ അലൈഹി ഇസ്ലാം അവിടെ വെച്ചിട്ട് ഭയപ്പെട്ടു എന്നാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ വഹി ഇറങ്ങിയ ആദ്യമായിട്ട് വഹി ഇറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്ന് പറയുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, അതൊന്നും സാധാരണ മനുഷ്യനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള അറിവെത്തുക, പോലെ മലക്കുകളെ കാണുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനൊരിക്കലും ജീവിതത്തിൽ അത് സംഭവിച്ചുകൂടാത്തതാണ്. സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നീട് ഒരു ദുനിയാവിന്റെ കാര്യത്തില് അവന്റെ മൈൻഡ് മറിഞ്ഞു പോകും. കാരണം ഭയം കൊണ്ട് അവന്റെ മൈൻഡ് മറിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യശാലികളായ ആളുകളായിരുന്നു ആര്? നബിമാരെല്ലാവരും. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അതിലെ ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ഒരു നബിയായിരുന്നു എന്നാണ്. എന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പിന്നെ അറിവ് എത്തിയപ്പം അദ്ദേഹത്തിന് പോലും അത് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ഭയന്ന് പേടിച്ചോടി എന്നാണ്. ഓക്കെ, അതായത് ഭയങ്കര ശക്തിയിൽ വരുന്ന പെരുമ്പാമ്പുകൾക്കാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ആ സർപ്പം എന്നാണ്, അത് അത്രയും വേഗത്തിലായിരുന്നു അത് അതിന്റെ അതിന്റെ ചലനം ഉണ്ടായത് ആ പാമ്പിന്റെ. അപ്പൊ അതിലാണ് അത് കണ്ടിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഓടിപ്പോയത്. ഓക്കെ, അപ്പം ഇതില് ഈ ഒരു അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ഈ മൂജിസത്ത് ഇത് വെച്ചിട്ടാണ് ഇനി ഫിർഔന്റെ അടുത്തേക്ക് അദ്ദേഹത്തിനോട് പോകാൻ പറയുന്നത്. അതായത് വടി പാമ്പായി മാറുകയും അതുപോലെ തന്നെ കൈ വെളുത്തിട്ട് പ്രകാശം പോലാകുകയും ചെയ്യുന്ന രീതി. കയ്യിനെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രകാശത്തിന്റെ രൂപത്തിലാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ കൈ കാണിക്കുമ്പോൾ അത് പ്രകാശമായിട്ട് മാറുന്ന ഒരു ഇത് കാണിച്ചു കൊടുക്കും. മോജിസത്താണ് കാണിച്ചു കൊടുക്കുക മൂസ അലൈഹി സ്വലാം. ഓരോ നബിമാർക്കും ഓരോ മോജിസത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത മോജിസത്തിൽ ഒന്നായിരുന്നു എന്ത്? കയ്യിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സഹാബിമാർക്ക് വെള്ളമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ വെള്ളത്തെ ഒഴുക്കി എന്നാണ്. നമ്മള് പല പിന്നെ ഇതിലൊക്കെ ചില ഇതിലൊക്കെ കാണാം, ഒരു സോങ്, ഒരു പാട്ട് രൂപത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലൂടെ വെള്ളം ഒഴുകിയെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അങ്ങനെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് മൂസ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു ഭാഗം ഉള്ളതാണ് എന്ത്? ഇത് രണ്ടെണ്ണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ശരീരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. അതിനുശേഷം പറയണം, പക്ഷെ വല്ലവനും അക്രമം പ്രവർത്തിക്കുകയും പിന്നീട് തിന്മയ്ക്ക് ശേഷം നന്മയെ പകരം കൊണ്ടുവരികയും ചെയ്താൽ തീർച്ചയായും ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഓക്കെ, നിന്റെ കൈ കുപ്പായമാറിലേക്ക് പ്രവേശിപ്പിക്കുക, യാതൊരു കളങ്കവും കൂടാതെ വെളുപ്പ് നിറമുള്ളതായിക്കൊണ്ട് അത് പുറത്തു വരും. ഫിർഔന്റെയും അവന്റെ ജനതയുടെയും അടുത്തേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ ഇവ. അപ്പൊ നമ്മളെ രണ്ടെണ്ണാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്? കൈ കൈ പ്രകാശമാകുക, വടി താഴിടുമ്പോ പാമ്പായിട്ട് മാറുക. അതുപോലെ തന്നെ പിന്നെ വേറെയും 7 ദൃഷ്ടാന്തങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വെട്ടുകിളി, അതായത് പ്രളയം ഉണ്ടായി ആ നാട്ടില്. അത് ഒരു ദൃഷ്ടാന്തമായിരുന്നു. അതുപോലെ വെട്ടുകിളികളെ അയച്ചിട്ട് അവിടുത്തെ വിളവുകൾ മുഴുവൻ നശിപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് രണ്ടാമത്തതായിരുന്നു. ശരീരത്തിൽ എല്ലാവരുടെ ശരീരത്തിൽ നിന്നും പേൻ ഇങ്ങനെ നടക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും. അതുപോലെ തന്നെ തവളയെ കൊണ്ട്, അവിടെ തവള ശല്യം കൊണ്ട് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതുപോലെ തന്നെ രക്തം ഒഴുകുന്നതായിട്ട്, എല്ലാ സ്ഥലത്തു നിന്നും രക്തം ഒഴുകി വരുന്നതായിട്ട് കാണും. അതുപോലെ മഴയില്ലാതെ വരൾച്ച ബാധിച്ച പ്രദേശമായിട്ട് അത് മാറി. അങ്ങനെ പിന്നെ സാധനങ്ങളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ എന്തായിരുന്നു? ഈ ഈ നാട്ടിലുണ്ടായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒരു നാട് നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് ആ നാട്ടില് ഇതുപോലുള്ള പല പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പല പ്രതിഭാസങ്ങളും കാണാൻ തുടങ്ങുന്നു ആ നാട് നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ അങ്ങനെ ആ നാട്ടില് അങ്ങനത്തെ പ്രതിഭാസങ്ങൾ ഒരുപാട് കണ്ടു എന്നാണ്. എന്നിട്ട് പിന്നെ ഫിർഔൻ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായും അവർ ധിക്കാരികളായ ഒരു ജനതയായിരിക്കുന്നു. അങ്ങനെ കണ്ണു തുറപ്പിക്കത്തക്ക നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇത് സ്പഷ്ടമായ ജാലവിദ്യ തന്നെയാകുന്നു.
അവയെപ്പറ്റി അവരുടെ മനസ്സുകൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടും അക്രമോ അഹങ്കാരം മൂലം അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. അപ്പോൾ ആ കുഴപ്പക്കാരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ദാവൂദിനും സുലൈമാനും നാം വിജ്ഞാനം നൽകുകയുണ്ടായി. തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ മിക്കവരെക്കാളും തങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് അവർ ഇരുവരും പറയുകയും ചെയ്തു. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മകനായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം. ഒക്കെ അപ്പൊ അവർക്കും വിജ്ഞാനം നൽകി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതൊക്കെ. അതായത് ആ വിജ്ഞാനം എന്തായിരുന്നു? അതിലൊന്നായിരുന്നു പിന്നെ ഇരുമ്പിന് പിന്നെ ഉരുക്കാനുള്ള കഴിവ്, ഉരുക്കിയിട്ട് അതിനെ പിന്നെ എന്താ പറയാ ആയുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചത് പിന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിനായിരുന്നു എന്നാണൊക്കെ. പിന്നെ അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനായിരുന്നു പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റ് സൃഷ്ടിജാലങ്ങളുടെ സംസാരം കേൾക്കാനുള്ള തൗഫീക്ക് കൊടുത്തത്. അതായത് പർവ്വതങ്ങൾ സംസാരിക്കുന്നത്, പക്ഷി മൃഗാദികൾ സംസാരിക്കുന്നത്, ഇതൊക്കെ ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒക്കെ അപ്പൊ അതാണ് ഇവിടെ ഈ രണ്ട് നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, പക്ഷികളുടെ ഭാഷ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഇത് തന്നെയാകുന്നു പ്രത്യക്ഷമായ അനുഗ്രഹം. അങ്ങനെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് ശേഷം സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശിയാക്കി എന്നാണൊക്കെ. അങ്ങനെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെക്കാളും കീർത്തി സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വരികയാണ്. ഒക്കെ അതായത് പക്ഷിമൃഗാദികളുടെ ഒക്കെ സംസാരം, അതുപോലെ തന്നെ പിന്നെ പിന്നെ പിശാചുക്കളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. ഒക്കെ അപ്പൊ ഇതാണ് പുത്രനായിട്ടുള്ള സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങളിൽ പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് നമ്മള് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരിക്കലും പിന്നെ എന്താ പറയാ സിഹ്ർ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിന്നെ അന്നത്തെ കാലഘട്ടങ്ങളില് സിഹ്റും ആഭിചാരവും ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് പക്ഷിമൃഗാദികളുടെ ഒക്കെ സംസാരം അറിയാം. അതുപോലെ തന്നെ ഇബ്ലീസിന്റെ പിശാചുക്കളുടെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ ഇതിന്റെയൊക്കെ നേതാവാക്കിയിട്ട് ആളുകൾ കാണുകയാണ് ചെയ്തത്. പക്ഷെ സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരിക്കലും അത് ചെയ്തിട്ടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് അത് പിന്നെ ചെയ്തുകൊണ്ടിരുന്നതിനെ സുലൈമാൻ അലൈഹി ഇസ്ലാം അതിനൊക്കെ തടയുകയും അള്ളാഹുവിന് കീഴ്പ്പെടണമെന്ന് അവരോടൊക്കെ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഒക്കെ പിശാചുക്കളെയും കാറ്റിനെയും ഒക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ അറിവുകളൊക്കെ ഇവർക്ക് കൊടുത്ത അറിവുകളൊക്കെ ദൈവികമായിട്ടുള്ള അറിവുകളാണ് എന്നാണ്. ഈ പിശാചിനെ കീഴ്പ്പെടുത്തി കൊടുത്തതും കാറ്റിനെയും പക്ഷിമൃഗാദികളെയും ഒക്കെ കീഴ്പ്പെടുത്തി കൊടുത്തതൊക്കെ ദൈവികമായിട്ട്, അതായത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഇതാണ്. അല്ലാതെ പിന്നെ അവര് ആഭിചാരങ്ങൾ ചെയ്തിട്ട് കിട്ടിയതല്ല. പക്ഷെ ഈ പിന്നെ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകള് എന്നാല് ഈ അന്നത്തെ കാലഘട്ടത്തില് പിശാചിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി കാണിക്കുന്ന ഈ മൂജിസത്തുകൾ കണ്ടിട്ട് അത് പിശാചിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്ന രീതിയിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ നമുക്ക് വിവരിച്ചു തരുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിലും പിന്നീട് വന്ന കാലഘട്ടത്തിലൊക്കെ അതൊരു കഥ രൂപത്തിൽ, അതൊരു പിന്നെ അറിവായിട്ടും ആളുകൾ അതിനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. സുലൈമാൻ നബിയെ പിന്നെ ഈ ആഭിചാരത്തിന്റെ നേതാവാക്കിയിട്ടൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തെറ്റാണെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചതൊക്കെ. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, പക്ഷികളുടെ ഭാഷ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഇത് തന്നെയാകുന്നു പ്രത്യക്ഷമായ അനുഗ്രഹം.
സുലൈമാന് വേണ്ടി ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട തന്റെ സൈന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. അങ്ങനെ അവർ അത് അക്രമപ്രകാരം നിർത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ഉറുമ്പിന്റെ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ ഈ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക. സുലൈമാനും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടി തീച്ചു കളയാതിരിക്കട്ടെ. അപ്പോൾ അതിന്റെ വാക്ക് കേട്ട് അദ്ദേഹം നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യത്താൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു എന്നാണ്. പിന്നെ ഉറുമ്പുകളുടെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ദുആ ചെയ്തത് എന്നാണ്. ഓക്കെ. റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅദ്ഖിൽനി ബി റഹ്മതിക ഫീ ഇബാദക സ്വാലിഹീൻ എന്നുള്ള ദുആ. ഇത് നമ്മളെ പിന്നെ ദുആ ബുക്കിൽ ഉണ്ടാവും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം. അത് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ കൂടിയാണ്. ഓക്കെ. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആരായിരുന്നു? ദാവൂദ് അലൈഹി ഇസ്ലാം. മാതാപിതാക്കൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവാന് നമ്മൾ ദുആ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ കണ്ടുമുട്ടാനും കൂടിയുള്ള ദുആ ആണിത്. ഓക്കെ. അപ്പൊ നമ്മളെ ഈ 40 ദുആസിന്റെ ബുക്ക് ഉണ്ടാവും. അതായത് ഖുർആനിലെ 40 ദുആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആരുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് രൂപത്തിലൊക്കെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് ദിവസവും സ്ഥിരമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക. ഓക്കെ. അദ്ദേഹം പക്ഷികളെ പരിശോധിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് പറ്റി? മരം കൊത്തിയെ ഞാൻ കാണുന്നില്ലല്ലോ, അഥവാ അത് സ്ഥലം വിട്ടുപോയ കൂട്ടത്തിലാണോ? ഞാൻ അതിന് കഠിന ശിക്ഷ നൽകുകയോ അല്ലെങ്കിൽ അതിനെ അറക്കുകയോ തന്നെ ചെയ്യും. അല്ലെങ്കിൽ വ്യക്തമായ വല്ല ന്യായവും അതെനിക്ക് ബോധിപ്പിച്ചു തരണം. എന്നാൽ അത് എത്തിച്ചേരാൻ അധികം താമസിച്ചില്ല. എന്നിട്ട് അത് പറഞ്ഞു, താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സഭയിൽ നിന്ന് യാഥാർത്ഥ്യമായ ഒരു യാത്രയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സ്ത്രീ അവരെ ഭരിക്കുന്നതായി ഞാൻ കണ്ടെത്തുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് ഗംഭീരമായ ഒരു സിംഹാസനവുമുണ്ട്. അവളും അവളുടെ ജനതയും അള്ളാഹുവിന് പുറമെ സൂര്യന് പ്രണാമം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. പിശാച് അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്നും തടയുകയും ചെയ്തിരിക്കുന്നതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞു കിടക്കുന്നത് പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനുമായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാച് അങ്ങനെ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന് പുറമേ ആണ് അവര് സൂര്യന് സുജൂദ് ചെയ്യുന്നതെന്നാണ്. അതായത് അള്ളാഹുവിനെ അവര് അംഗീകരിക്കുന്നുണ്ട്, എന്നാല് അള്ളാഹുവിന്റെ സൃഷ്ടിയായ സൂര്യനെയും കൂടി അവര് അതിനെ കൂടി അവരെന്ത് ചെയ്യുന്നു? അവര് സുജൂദ് ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് പല ആളുകൾക്കും ഇന്ന് പല സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. പല ആളുകളും പ്രപഞ്ചത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആളുകളും പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും പറയുന്നത് കാണാം. നമ്മളെ പ്രവർത്തനങ്ങളെ പിന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എല്ലതും ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ അവരെന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപഞ്ചത്തിനെ സ്നേഹിക്കുകയും അതിനെ എന്താ പറയാ, അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ആളുകൾ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരു നാരോ ഏരിയ ആണത്. ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന്റെ അതിന്റെ കൂടെ തന്നെ അവർ ഇതിനെ കൂടി ഒരുമിച്ച് ചേർക്കുകയാണ്. അത് ഇവിടെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സ്ത്രീ അവര് അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ എന്താണ് പറയുന്നത്? അവര് സൂര്യനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് അന്നത്തെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമാണ്. അതിന്റെ മുകളിൽ നമ്മൾ വേറെ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇബ്ലീസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നാരോ ഏരിയകളിൽ വന്നിട്ടാണ് നമ്മളെ വസ്വസിടുകയും നമ്മള് വഴികേടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ചില ആളുകൾ അതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കും. ചില ആളുകള് അത് പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നത് എന്താണ്? അതായത് അള്ളാഹുവിന്റെ
ക്രിയേഷൻ ആണ് ലോകം മുഴുവനും അല്ലെ. അപ്പൊ അതിനെ അംഗീകരിക്കുക എന്നുള്ളതിന് പകരം അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അതിനെ അംഗീകരിക്കുകയും വേണം. നമ്മൾ അതിനെ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യണം. എന്നിട്ട് നമ്മള് അള്ളാഹുവിനുള്ള ഇബാദത്തിലായിക്കൊണ്ട് തന്നെ നമുക്ക് ദുനിയാവിയായ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ച് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് മനസ്സിലാക്കണം. നമ്മളത് അതിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കണം. ഒന്നുമില്ലാത്ത അവസ്ഥയും അതായത് ദുനിയാവ് കിട്ടിയിട്ടും ദുനിയാവിൽ നിന്ന് അമലുകൾ എടുക്കാൻ കഴിയാതെ നമ്മൾ വെറും ഇബാദത്ത് മാത്രമായിക്കൊണ്ട് ദുനിയാവ് വിട്ടു പോകുന്നതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ദുനിയാവിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നൽകിയതാണ്. അതിന്റെ കൂടെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും വേണം. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ അള്ളാഹുവിനെ കീഴൊതുങ്ങുകയും ചെയ്യണം. പല ആളുകളും ഈ രണ്ട് ഏരിയകളെ രണ്ടായിട്ട് വെച്ചിട്ട് ദുനിയാവ് കിട്ടിയ ഒരു പിന്നെ ഇബാദത്ത് മാത്രമായി കൊണ്ട് പോയ ആളുകളും ഉണ്ടായി. അതുപോലെ തന്നെ ദുനിയാവ് മാത്രമായി കൊണ്ട് പോകുന്ന ആളുകളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്ന് ഒന്നും അവർക്ക് ഒരു കൂട്ടർക്ക് ഒന്നും കൊണ്ടുപോകാനും പറ്റിയില്ല, മറ്റേ കൂട്ടുകാർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റേ കൂട്ടർ അള്ളാഹുവിനെ ഇബാദത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. പക്ഷെ അവർക്ക് ദുനിയാവിൽ നിന്ന് അവർക്ക് ചെയ്യാമായിരുന്ന വേറെ ഒരുപാട് അമലുകൾ ഉണ്ടായിരുന്നു. വരും തലമുറകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തു വെക്കാമായിരുന്ന അവരുടെ ഒരുപാട് അമലുകളെ അവര് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനായിരിക്കുന്ന നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തൃപ്തിപ്പെടണം. അതിലൂടെ നമുക്ക് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, നമ്മള് മരിക്കാൻ പോവുകയാണെങ്കിൽ പോലും നമ്മള് ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് പിടിപ്പിക്കണം. എന്തിനാണ്? അത് വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് പിന്നെ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് അത് നശിപ്പിക്കപ്പെടാത്ത രീതിയിൽ നമ്മൾ വെള്ളം എടുക്കണം. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അനുഗ്രഹങ്ങൾ കൂടിയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാതെ വെറും ഇബാദത്ത് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമൂഹം, അതുപോലെ തന്നെ ഒന്നുമില്ലാത്ത, അതായത് ദുനിയാവ് മാത്രമായി കൊണ്ടുപോകുന്ന മറ്റൊരു സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ രണ്ടിന്റെയും മധ്യമ മാർഗമാണ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ദുനിയാവിൽ നിന്ന് എടുക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മള് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തിലായിക്കൊണ്ടും നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ദുനിയാവിൽ ജീവിക്കാൻ പഠിക്കണം. മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. സുലൈമാൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞതാണോ അതല്ല നീ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലായിരിക്കുന്നു എന്ന് നാം നോക്കാം. ഇവിടെ പിന്നെ മരംകൊത്തി വന്നിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അവര് ഇങ്ങനെ സബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് ഒരു സ്ത്രീനെ കണ്ടു. അവര് അവരുടെ അടുത്ത് ഒരു വലിയ സിംഹാസനം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പിന്നെ മരംകൊത്തി സംസാര ഭാഷ സംസാരിക്കുന്നത് ഈ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ പിന്നെ ആ നാട്ടിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാം ആക്കിയ ഓരോ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജീവജാലമായിരുന്നു ആര്? മരംകൊത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കാണാതായപ്പം അതിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് മരംകൊത്തി വന്നിട്ട് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ മരംകൊത്തിക്ക് എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി എന്താ പറഞ്ഞത്? നീ എന്റെ ഈ എഴുത്ത് കൊണ്ടുപോയി അവർക്ക് ഇട്ട് കൊടുക്കുക, പിന്നീട് നീ അവരിൽ നിന്ന് മാറി നിന്ന് അവർ എന്ത് മറുപടി നൽകുന്നു എന്ന് നോക്കുക. അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാം അവർക്ക് കത്തയക്കാൻ പറയാണ്. ആ കത്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? ഈ മരംകൊത്തി കൊണ്ടുപോയിട്ട് പിന്നെ എന്താ അത് കൊടുത്തിട്ട് അത് കാത്തു നിൽക്കണം. എന്താണ് അത് വായിച്ചിട്ട് അവിടെയുള്ള ആ സ്ത്രീ എന്താണ് പറയുന്നത്, ആ രാജ്ഞി എന്താണ് പറയുന്നതെന്ന് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ പിന്നെ അത് അവൾക്ക് ആ കത്തിന്റെ ഭാഷ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ആ കത്തിന്റെ ഭാഷ അവള് വായിച്ചു മനസ്സിലാക്കി. ഓക്കെ, എന്നിട്ട് അവര് ഭയപ്പെട്ടുകൊണ്ട് ആളുകളെ വിളിച്ചു കൂട്ടി. അവരുടെ കൂട്ടത്തിലുള്ള പിന്നെ സഭയിലെ ആളുകളെ വിളിച്ചു കൂട്ടി എന്നാണ്. ആൾ പറഞ്ഞു, പ്രമുഖന്മാരെ, എനിക്കിതാ മാന്യമായ ഒരു എഴുത്ത് നൽകപ്പെട്ടിരിക്കുന്നു. അത് സുലൈമാന്റെ പക്കൽ നിന്നുള്ളതാണ്. ആ കത്ത് ഇപ്രകാരം ഇത്രേ: പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കത്തയച്ചിട്ടുള്ളത്. നമ്മളെ സൂറത്ത് തൗബയില് ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ.
ബിസ്മി തുടങ്ങാത്തൊരു സൂറത്താണ് സൂറത്ത് തൗബ. എന്നാല് നമുക്ക് 114 ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഖുർആനിലുണ്ട് താനും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബിസ്മിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ സെയിം നമ്പറിൽ തന്നെയാണ്, പക്ഷെ അത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കത്ത് എഴുതുമ്പം ഒരാളോട് നമ്മൾ പിന്നെ ഇത് അയക്കുമ്പം നമ്മൾ എപ്പോഴും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതണം. പക്ഷെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ചില ആളുകൾ കാണിക്കുന്ന പോലെ 786 അങ്ങനെ എന്തോ ഒരു നമ്പർ എഴുതിയാണ്ടൊക്കെ ബിസ്മി അയക്കുന്ന ആളുകളുണ്ട്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതായത് അപ്പൊ അവിടെ 786 എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആവും? നമ്മള് കോഡ് ഭാഷയോട് കൂടിയിട്ടുള്ള അള്ളാഹുവിനോട് ഉള്ള ഈ ഭാഷ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ നേരിട്ട് നമ്മൾ ശരിയായ രീതിയിൽ ജനങ്ങളോട് സംവദിക്കേണ്ട ആളുകളാണ്. നമ്മൾ ഒരിക്കലും ഒരു വക്രതയിലും ജീവിക്കേണ്ട ആളുകളല്ല, ഒരു വളഞ്ഞു തിരിഞ്ഞു പിടിക്കേണ്ട ആളുകളല്ല. നമ്മളെപ്പോഴും എന്താണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇസ്ലാം അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പൂർണ്ണമായിട്ട് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അതിനൊരു കോഡും ഒരു ഒരു പിന്നെ മറ്റൊരു രീതിയൊന്നുമില്ല. നേരിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ നമ്മൾ പഠിക്കണം, നേരിട്ട് തന്നെ സംസാരിക്കാനും പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുല് അഭയം തേടിയ ആളുകൾ, അള്ളാഹുല് തൃപ്തിപ്പെട്ട ആളുകൾ ധൈര്യശാലികളും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നവരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ എഴുതാൻ പഠിക്കണം. എനിക്കെതിരെ നിങ്ങൾ അഹങ്കാരം കാണിക്കാതിരിക്കുകയും കീഴൊതുങ്ങിയവരായിക്കൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് വരികയും ചെയ്യുക. അവൾ പറഞ്ഞു, ഹേ പ്രമുഖന്മാരെ, എന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് നിർദ്ദേശം നൽകുക. നിങ്ങൾ എന്റെ അടുക്കൽ സന്നിഹിതരായിട്ടില്ലാത്ത യാതൊരു കാര്യവും ഖണ്ഡിതമായി ഞാൻ തീരുമാനിക്കുന്നവളല്ല ഞാൻ. നിങ്ങൾ എനിക്ക് ഇതിന് മറുപടി തരണം. ഞാൻ എന്താണ് ഇതിന് മറുപടി കൊടുക്കേണ്ടതെന്ന്. കാരണം സുലൈമാൻ അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ നാമത്തില് ഞാന് പിന്നെ പറയുകയാണ്, എന്താണ്, നിങ്ങൾ അഹങ്കാരം കാണിക്കരുത്, അതുപോലെ തന്നെ കീഴൊതുങ്ങിക്കൊണ്ട് എന്റെ അടുത്ത് എത്തണം എന്നുള്ളതാണ് അവരെ അറിയിച്ചത്. ഓക്കെ, അപ്പം അവർ പറഞ്ഞു, നാം ശക്തിയുള്ളവരും ഉഗ്രമായ സമരവീര്യമുള്ളവരുമാണ്, അധികാരം അങ്ങേക്കാണല്ലോ, അതിനാൽ എന്താ കൽപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചു നോക്കുക എന്ന്. അവൾ പറഞ്ഞു, തീർച്ചയായും രാജാക്കന്മാർ ഒരു നാട്ടിൽ കടന്നാൽ അവർ അവിടെ നാശമുണ്ടാക്കുകയും അവിടത്തുകാരിലെ പ്രതാപികളെ നിന്ദ്യന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അപ്രകാരമാകുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവർക്ക് ഒരു പാരിതോഷികം കൊടുത്തയച്ചിട്ട് എന്തൊരു വിവരവും കൊണ്ടാണ് ദൂതന്മാർ മടങ്ങി വരുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. അതായത് ഒരു നാട്ടിൽ ഒരു കലാപം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാട് നശിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നാട് നശിക്കാനും ഞാൻ നിൽക്കുന്നില്ല. എന്താണ്, ഞാൻ അവർക്ക് പിന്നെ സമ്മാനങ്ങൾ കൊടുത്തയക്കാണ്, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന്. അതിന് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ദൂതന്മാര് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ആളുകള് സമ്പത്തുമായിട്ട് പിന്നെ സമ്മാനങ്ങളുമായിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് രാജ്ഞി ആളെ അയക്കുകയാണ്. അപ്പൊ സുലൈമാൻ അലൈഹി ഇസ്ലാം പറയാണ്, നിങ്ങൾ സമ്പത്ത് തന്നെ എന്നെ സഹായിക്കുകയാണ്, എന്നാൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിനേക്കാൾ ഉത്തമം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികം കൊണ്ട് സന്തോഷം കൊള്ളുകയാകുന്നു. അതായത് നിങ്ങൾ നൽകുന്ന ഈ പാരിതോഷികങ്ങളെക്കാളൊക്കെ ഹൈറ് എന്റെ റബ്ബ് എനിക്ക് നൽകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ആവശ്യമില്ലെന്ന് അറിയിക്കുകയാണ്. അവർ അവരുടെ അടുത്ത് തന്നെ നീ അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു ചെല്ലുക. തീർച്ചയായും അവർക്ക് നേരിടുവാൻ കഴിയാത്ത സൈന്യങ്ങളെയും കൊണ്ട് നാം അവരുടെ അടുത്ത് ചെല്ലുകയും നിന്ദ്യരും അപമാനിതരുമായ നിലയിൽ അവരെ നാം അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക, അവരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയാണ്. അദ്ദേഹം സുലൈമാൻ പറഞ്ഞു, ഹേ പ്രമുഖന്മാരെ, അവർ കീഴൊതുങ്ങിക്കൊണ്ട് എന്റെ അടുത്ത് വരുന്നതിന് മുമ്പായി നിങ്ങളിൽ ആരാണ് അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്ന് തരിക? അതായത് അവര് വന്ന ആളുകൾ തിരിച്ചു പോകുമ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ പിന്നെ സമൂഹത്തെ, അദ്ദേഹത്തിന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങള്? എനിക്ക് അവരവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവളുടെ ആ സിംഹാസനം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരാൻ ആരാണുള്ളത് എന്ന്. ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മല്ലൻ പറഞ്ഞു. കേട്ടോ, ജിന്ന് പിശാചുക്കളൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കീഴൊതുങ്ങിയവരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജിന്നിൽ നിന്ന് ഉള്ള ഒരു മല്ലൻ എന്താ പറഞ്ഞത്? അങ്ങയുടെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാനത് അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. തീർച്ചയായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാകുന്നു. അതായത് ജിന്ന് വർഗങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെട്ടൊരു കഴിവിലാണ് ആ മല്ലൻ പറഞ്ഞത്, ഞാൻ ആ സിംഹാസനം അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരാം എന്നുള്ളത്. ഓക്കെ,
വേദത്തിൽ നിന്നുള്ള വിജ്ഞാനം കരഗതമാക്കിയിട്ടുള്ള ആൾ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പായി ഞാനത് താങ്കൾക്ക് കൊണ്ടുവന്നു തരാം. അങ്ങനെ അത് സിംഹാസനം തന്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത്. വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും എന്റെ രക്ഷിതാവ് പരാശ്രയമുക്തനും ഉത്കൃഷ്ടനുമാകുന്നു. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തമായിട്ട് ഖനിയായിട്ടുള്ള ഖനിയായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് നിറഞ്ഞതാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് എത്ര തന്നെ ഇനി തന്നാലും ആ ഖജനാവിന് ഒരു കുറവും വരൂല. ഇനി അതിൽ നിന്ന് എത്ര തന്നെ എടുത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് ഒരിക്കലും ചുരുങ്ങുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും നമ്മള് നന്ദി കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത് കൂടുന്നില്ല. നമ്മൾ നന്ദികേട് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും കുറയാനും പോകുന്നില്ല. നന്ദി കാണിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണെന്ന് നമ്മൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആവശ്യമല്ല. നമ്മള് അള്ളാഹുവിന് കീഴൊതുങ്ങുകയും സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നമുക്ക് സ്വർഗം കിട്ടണം എന്നുള്ളതും സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ എനിക്ക് സ്ഥാനം കിട്ടണം എന്നുള്ളത്. കാരണം എന്താണ്? അള്ളാഹുവിനെ ഏറ്റവും അടുത്ത് നിന്ന് കാണാവുന്ന സ്ഥലം എവിടെയാണ്? ജന്നാത്തുൽ ഫിർദൗസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ്. അല്ലാത്ത ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉള്ളിലുള്ള സുഖാനുഭവങ്ങളും ഒക്കെ അത് കണ്ടിട്ടല്ല നമ്മൾ അള്ളാഹുവിനോട് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലായാലും ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് നോക്കിക്കാണാനുള്ള ഏറ്റവും അടുത്ത സ്ഥലം ഏതാണ്? ഇത് ജന്നാത്തുൽ ഫിർദൗസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കണ്ടുമുട്ടുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആവശ്യമല്ല നമ്മൾ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് മുഴുവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തണമെന്നും നമ്മുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ വേറെ തരത്തിലാവും. നമ്മുടെ ഇബാദത്തുകളൊക്കെ വേറെ തരത്തിലാവും. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അതൊരു ഒരു വലിയൊരു ഒരു പ്രയാസമായിട്ട് മാറുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റൊരാൾ നമ്മളോട് കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. ഇത് എന്റെ ആവശ്യമാണ്. വെള്ളം കുടിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണ് അല്ലെ? നമ്മൾ അതുകൊണ്ടല്ലേ വെള്ളം കുടിക്കുന്നത്? ദാഹിച്ച് വലഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്തിനാണ്? മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ തൊണ്ടയുടെ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് അല്ലെ? ഭക്ഷണം കഴിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മള് വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. നമുക്ക് മക്കളുണ്ടാവുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് മക്കളുണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് ഇബാദത്തും. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾക്കാണ് ആവശ്യമുള്ളത്. അള്ളാഹു എന്നെ തൃപ്തിയോട് കൂടി കാണണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ഇബാദത്തുകളെ കണ്ടു കഴിഞ്ഞാല് തീരുന്ന ഒരു വിഷയമാണ് എല്ലതും. നമ്മൾ പള്ളിയിൽ പോകുന്നതും ഒക്കെ നമ്മുടെ ആവശ്യമാണ് പള്ളിയിൽ പോകണം എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുകൊണ്ടല്ല നമ്മൾ പോകുന്നത്. നമുക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം, എന്റെ റബ്ബിനെ തൃപ്തിയോട് കൂടിയിട്ട് കാണണം, എന്റെ റബ്ബ് നല്ല രീതിയിൽ നോക്കണം, നാളെ പരലോകത്തെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ റബ്ബിനെ എനിക്ക് നോക്കി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴാണ് എന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇബാദത്തുകളിലും ഒക്കെ വേഗത കൂടുന്നത്. എന്തിനാണ് പള്ളിയിലേക്ക് നമ്മൾ ഓടുന്നത്? പള്ളിയിലേക്ക് പോകണം എന്ന് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ ആവശ്യമാണ് എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഓടി ചെല്ലണം എന്നുള്ളത് എന്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഈ ഒരു രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരുന്നൊരു വിഷയമാണ് എന്ത്? മടി പിടിക്കുക, നമസ്കാരത്തിന് മടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത് മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്കാണ് അതിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചാല് നമുക്ക് ഇബാദത്തിനും അതുപോലെ തന്നെ നമുക്ക് മക്കളെ മദ്രസയിൽ വിടുന്നതിനും മദ്രസയിലേക്ക് അവർ പോകണമെന്ന് നിർബന്ധമാക്കുന്നതിനും ഒക്കെ നമുക്ക് ഒരു ഒരു വഴി നമുക്ക് തുറക്കും. നമ്മുടെ ഭർത്താവിന്റെ കൂടെ ഭർത്താക്കന്മാര് പറയുന്നത് അനുസരിക്കുന്നതിനും അവരെ കൂടെ കഴിയുന്നതിനും ഒക്കെ എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ടാണത്. എന്റെ റബ്ബിനെ നല്ല രീതിയിൽ കണ്ടുമുട്ടണം എന്നുള്ള എന്റെ ആവശ്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിലും എളുപ്പം കിട്ടും നമുക്ക്. ഇത് അറിയാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഇബാദത്തുകളൊക്കെ ഭയങ്കര പ്രയാസമാകുന്നതും അവർ ഉറങ്ങിപ്പോകുന്നതും അവർ ഉറങ്ങിക്കിടക്കുന്നതും ഒക്കെ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്.
അല്ലെ? നമുക്ക് വെള്ളത്തിന് ദാഹിച്ചു കഴിഞ്ഞാല് നമ്മുടെ തൊണ്ട പൊട്ടണ മാതിരി തോന്നിക്കഴിഞ്ഞാല് എത്ര ഉറക്കത്തുനിന്നായാലും നമ്മൾ നീറ്റ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ കിടക്കുള്ളൂ. അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമാണത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ ഇബാദത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ എല്ലാ കാര്യത്തിലും ഇബാദത്തുകളൊക്കെ എല്ലാം ഈസി ആവും നമുക്ക്. നമുക്ക് വെള്ളം കുടിക്കാൻ എന്തൊരു ആർത്തിയാണ് അല്ലെ? വെള്ളം കുടിക്കാൻ എന്തൊരു ആർത്തിയാണ്. അത് ഒരാൾ പറഞ്ഞു തന്നിട്ട് വേണം. ഒരാൾ തടഞ്ഞാൽ നമ്മൾ ആ വെള്ളം കുടിക്കണത് നിർത്തുവോ? ഇല്ല. അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇബാദത്തുകളും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്നാണോ അന്ന് മുതൽ എല്ലാത്തിനും നമുക്ക് എളുപ്പം ഉണ്ടാവും, നമുക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവും. ആ ചെയ്യുന്ന കർമ്മത്തിന് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരാളെ കാണിക്കാനോ ഒന്നുമല്ല, നമ്മൾക്ക് അതിന്റെ ആ സുജൂദ് പോകുന്ന ആ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുജൂദ് നമുക്ക് എപ്പോഴും ആ സുജൂദിൽ ആയിരിക്കാനും നമ്മൾ ആഗ്രഹിക്കും. അത് അത് അങ്ങനെ ആയി മാറുന്നതാണ്. അല്ലാതെ അത് ഒരാള് കാണിച്ചു കൊടുക്കുന്നത്, ഒരാള് പഠിപ്പിക്കുന്നതല്ല. ഇതെത്ര ഈ ഒരു ലെവലിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവുമ്പോഴേ നമ്മുടെ ഇബാദത്തുകളൊക്കെ എന്താവുള്ളൂ, ഏറ്റവും ഉന്നതമായ നിലയിലാവുള്ളൂ. അതാണ് ഇവിടെ ഈ സുലൈമാൻ നബിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്നറിയാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നന്ദി കാണിക്കോ അതോ നന്ദികേട് കാണിക്കോ? ഇതാണ് ചോദിക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ നന്ദി കാണിക്കുന്നോ അതോ നന്ദികേട് കാണിക്കുന്നു? ഞാൻ കിട്ടിയതിൽ അഹങ്കാരമാണോ കാണിക്കുന്നത് അതോ ഞാൻ വിനയം കൂടുകയാണോ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ തന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നാലോചിച്ചിട്ട് നമ്മൾ വിനയത്തിൽ കൂടുതലാവുകയാണോ ചെയ്യുന്നത്? നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ടാണ്. നന്ദികേട് കാണിച്ചാൽ എന്താണ്? അള്ളാഹ്ക്ക് നമ്മള് നന്ദികേട് കാണിച്ചിട്ടൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. നമ്മൾ നന്ദികേട് കാണിച്ച് നമ്മൾ പിന്തിരിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ ഒരു 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 നമസ്കാരം നമ്മൾ ബാത്തിലാക്കി കളഞ്ഞാല്, കളാക്കി കളഞ്ഞാല് നമുക്കാണ് നഷ്ടം. അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു നമസ്കാരം ഒരു ആൾക്ക് വിട്ടുപോകുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അവന് എന്തായി? അവന് അറിഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അവൻ മുർത്തതായി, അറിയാതെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവന് ദുനിയാവിന്റെ കാര്യങ്ങളിൽ അവന് മുഴുകിപ്പോയി എന്നുള്ളതാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ അവന് മുഴുകിപ്പോയി എന്നതുകൊണ്ടാണ് നമസ്കാരം അവന്റെ നഷ്ടപ്പെടുന്നത്. അപ്പൊ രണ്ടായാലും ആർക്കാണ് പോയത്? നമുക്ക് തന്നെയാണ് നഷ്ടപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറയാന് ഒരു ദുനിയാവ് മുഴുവൻ കിട്ടിയാലും ഒരു നമസ്കാരത്തിന് പകരാവും. ദുനിയാവ് മുഴുവൻ കിട്ടിയാലും ഒരു നമസ്കാരത്തിന് പകരാവില്ല. കാരണം എന്താ? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സൊക്കെ എന്താവുകയാണ്? നമ്മള് ഇബ്ലീസിന് വിട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതായത് സ്വർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സമയത്തിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാപമോചനം തേടുകയും എപ്പോഴും ശ്രദ്ധ കാണിക്കുകയും ചെയ്യുക. നമസ്കാരത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധ കാണിക്കുക. നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിക്കുക. ഇൻഷാ അല്ലാഹ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നാളെ എടുക്കാം. ജസാക്കുമുല്ലാഹ് ഖൈറ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന് തൗഫീക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. നമുക്കിത് സംസാരിക്കാനും ഇതിനു വേണ്ടിയിട്ട് ഇരിക്കാനും ഇതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാനും തൗഫീക്ക് നൽകിയ റബ്ബിനാണ് സർവ്വസ്തുതിയും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊന്നും ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുമായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും ഇതിന് എത്രയോ സമയമെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളൊക്കെ എത്തിയത്. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ തൗഫീക്കിന്റെ ഭാഗം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തൗഫീക്ക് നൽകാതെ പോയവര്, കിട്ടാതെ പോയവര്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗത്തിൽ ഇതിനുള്ള തൗഫീക്കുകളും നൽകട്ടെ. അള്ളാഹുവിന്റെ ഇബാദത്തിലായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സുകളിൽ ഇരിക്കാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നൽകിയതിലെല്ലാത്തിനും വെച്ചിട്ട് പരീക്ഷിക്കുകയാണ്. നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ പരീക്ഷണങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി കാണിക്കാൻ എല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് ഓടി വരാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുന്ന അന്നാണ് അള്ളാഹുവിനെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലേക്ക് ഓടി വരുന്ന മനസ്സ് ഉണ്ടാവുമ്പോഴാണ് അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എന്താ? നമുക്ക് എല്ലാം നിസ്സാരാണ്. എത്ര ദുനിയാവിലെ
കോടികൾ നമ്മുടെ മുന്നിൽ വന്ന് വീണ് കിടക്കുന്നത് കണ്ടാലും നമുക്ക് അതിനെ മാറിയിട്ട് നമുക്ക് നമസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഉത്തരം. അതാണ് നമുക്ക് ആ ഒരു സുജൂദിലേക്ക് പോകാൻ കോടികൾ മുന്നിൽ കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് സുജൂദ് ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് സുജൂദ് ചെയ്യാനുള്ള ആ ഒരു തൗഫീഖാണ് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇബാദത്തും ഒക്കെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇവിടെ ഇത് പറയാന് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയാനുള്ള കാരണം കൂടി, സുലൈമാൻ അലൈഹി ഇസ്ലാമിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗ്ഗങ്ങളെ, അതുപോലെ തന്നെ പിന്നെ പിശാചിനെ, അതുപോലെ പക്ഷികളെ, മൃഗങ്ങളെ എല്ലാത്തിന്റെ സംസാര ഭാഷ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. അതുകൂടാതെ ഒരു ലോകം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് കാറ്റുകളൊക്കത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടും ആ സുലൈമാൻ അലൈഹി ഇസ്ലാം ആണ് എന്ത് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എനിക്ക് നൽകിയത് എന്തിനാണ്, ഞാൻ നന്ദി കാണിക്കുന്നു, അതല്ല നന്ദികേട് കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്കതൊക്കെ നൽകിയത് എന്നുള്ളത്. അപ്പൊ അത്രയും അനുഗ്രഹങ്ങൾ ദുനിയാവിൽ കണ്ടുമുട്ടിയിട്ടും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അതൊക്കെ എന്താ തോന്നിയത്, അതൊക്കെ നിസ്സാരമായിട്ട് തോന്നി. കാരണം എന്താണ്, അള്ളാഹുവിലുള്ള സ്നേഹം കൊണ്ടാണത്, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതൊക്കെ വളരെ കുറച്ചാണ് അല്ലെ. ഭൂമിയിൽ എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു വീടുണ്ടാവും, കുറച്ചൊരു സ്ഥലം ഉണ്ടാവും, ഒരു 4-5 മക്കളുണ്ടാവും, ഒരു കുടുംബം ഉണ്ടാവും. ഇതായിരിക്കും ഒരു മനുഷ്യന് ഒരു സാധാരണ നിലക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലെങ്കിൽ കുറച്ച് കോടിക്കണക്കിന് ഉറുപ്പ്യ ബാങ്കിൽ ബാലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് ഉണ്ടാവും. എന്നാലും അതിനൊക്കെ എന്തുണ്ട്, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ. അയാള് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അയാൾ എന്നെന്നും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ ബിസിനസ് അങ്ങനെ നിലനിന്ന് പോകുന്നത്. അയാൾ ഒന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ അതിൽ നിന്ന് ഒന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണ് ആ സമ്പത്തൊക്കെ. എന്നാൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങൾ എന്താണ്, അത് ഭൂമിയിൽ മനുഷ്യർക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത്, അള്ളാഹു എന്നോട് എന്നെ നോക്കിക്കാണുകയാണ്, എന്താണ് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കാണുകയാണ് എന്നാ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ എങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത് ആലോചിച്ചാൽ മതി. അത്രയും വിനയം നമ്മളിൽ ഉണ്ടാവണം, അതിനേക്കാളും വിനയം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിനയത്തില് നിൽക്കാനും, അതുപോലെ തന്നെ നൽകിയ അനുഗ്രഹത്തിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കാത്ത രീതിയിൽ വിനയപ്പെടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൽകിയത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين، رب هب لي من الصالحين، رب هب لي من الصالحين، رب هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله اغنني بفضلك من سواك. ربي أنزلني منزلا مباركا أنت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير. ربي أنزلني منزلا مباركا أنت خير المنزلين. سبحان الله، الحمد لله، لا إله إلا الله، الله أكبر، ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني. آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. യാ റഹ്മാനായ ആദൽ ജലാൽ ഇക്രാമാഹിൽ ഖയ്യൂമായ അല്ലാഹുവേ, ഖുർആൻ മുഖേന ഞങ്ങൾക്ക് നീ അല്ലാഹുവേ കാരുണ്യം ചൊരിഞ്ഞു തരണമേ. അതിനെ ഞങ്ങൾക്ക് നേതാവും വെളിച്ചും വഴികാട്ടിയും കാരുണ്യവുമാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ മറന്നതിനെ ഞങ്ങൾക്ക് നീ ഓർമ്മിപ്പിച്ചു തരണമേ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിൽ നിന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. രാപ്പകലുകളിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഉദവിയും ഭാഗ്യവും നൽകണമേ. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹുവേ, അതിനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരികയും ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ സംരക്ഷണമായ ദീനിനെ ഞങ്ങൾക്ക് നന്നാക്കി തരണമേ. ഞങ്ങളുടെ ഉപജീവനം നിലകൊള്ളുന്ന ദുനിയാവും ഞങ്ങളുടെ മടക്കസ്ഥാനം ഉൾക്കൊള്ളുന്ന ആഖിറവും നന്നാക്കി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മയിലും വർധനവാക്കണമേ.
ഞങ്ങളെ എല്ലാ തിന്മയിൽ നിന്നുള്ള ആശ്വാസവുമാക്കണമേ. ഞങ്ങളുടെ ആയുസിന്റെ നല്ല ഭാഗം അവസാനത്തെ ഭാഗത്തെ ആക്കി തരണമേ. ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ അതിന്റെ അവസാനത്തിലുള്ളവാക്കണമേ. ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായത് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഗുണകരമായ ജീവിതം, തത്തുല്യമായ മരണവും നിന്ദിക്കുകയും വഷളാക്കുകയും ചെയ്യാതെയുള്ള മടക്കും. അള്ളാഹുവേ, ഞങ്ങൾ നിന്നോട് നല്ല ചോദ്യങ്ങൾ, നല്ല പ്രാർത്ഥനകൾ, നല്ല വിജയം, നല്ല വിജ്ഞാനം, നല്ല പ്രവർത്തനങ്ങൾ, നല്ല പ്രതിഫലം, നല്ല ജീവിതം, നല്ല മരണം എന്ന് ചോദിക്കുന്നു. അള്ളാഹുവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഹൃദയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കൈകളുമാക്കി അള്ളാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഞങ്ങളുടെ തുലാസിൽ കനം കൂട്ടണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ യാഥാർത്ഥ്യമാക്കണമേ. ഞങ്ങളുടെ പദവികളെ ഉയർത്തിത്തരയണമേ. ഞങ്ങളെ നമസ്കാരത്തെ സ്വീകരിക്കണമേ. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണമേ. സ്വർഗത്തിലായ നിത്യത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നിന്റെ കാരുണ്യത്തിന്റെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, നിന്റെ പൊറുക്കലിനായുള്ള സാധ്യതകൾ, എല്ലാ തെറ്റിൽ നിന്നുള്ള സംരക്ഷണം, എല്ലാ പുണ്യത്തിൽ നിന്നുള്ള നേട്ടം, സ്വർഗം കൊണ്ടുള്ള വിജയം, നരകത്തിൽ നിന്നുള്ള രക്ഷ, അള്ളാഹു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നന്നാക്കണമേ. ഇഹത്തിലെ നിന്ദ്യതയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും ഞങ്ങൾക്ക് നീ അഭയം നൽകണമേ. അള്ളാഹു ഞങ്ങൾക്ക് നീ വീതിച്ച് നൽകണമേ. ഞങ്ങളുടെ നിന്നോട് എതിര് പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ മറയിടുന്ന രൂപത്തിലുള്ള നിന്നോടുള്ള ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന രൂപത്തിലുള്ള അനുസരണം നൽകണമേ. ദുനിയാവിലെ വിപത്തുകൾ ഞങ്ങൾക്ക് നിസാരമാക്കി തരുന്ന രൂപത്തിലുള്ള ദൃഢവിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ കണ്ണുകളെയും കാതുകളെയും കഴിവുകളെയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സുഖിപ്പിക്കണമേ. അതിനെ ഞങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശിയാക്കണമേ. ഞങ്ങളോട് അക്രമം കാണിച്ചവർക്ക് മീതെ നീ ഞങ്ങളുടെ പ്രതികാരത്തെ ആക്കണമേ. ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമോ ഞങ്ങളുടെ വിജ്ഞാനത്തിലെ ലക്ഷ്യമോ ആക്കരുതേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ മേൽ ആധിപത്യം നൽകരുതേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഒരു പാപത്തെയും നീ പൊറുക്കാതെ വിടരുതേ. ഒരു മനോദുഃഖത്തെയും നീ നീക്കാതിരിക്കരുതേ. ഒരു കടവും നീ വീട്ടാതിരിക്കരുതേ. അഹികവും പാരത്യവുമായ ഒരു ആവശ്യവും നീ നിർവഹിച്ചു തരാതെ ബാക്കിയാക്കരുതേ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും അള്ളാഹുവെ നീ വീതിച്ച് നൽകണമേ. ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണ കാണിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവെ നീ പൂർത്തീകരിച്ചു തരണമേ. ഇഹപര വിജയത്തെ നൽകി അനുഗ്രഹിക്കണമേ. آمين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവെ, കൂട്ടായ്മ അള്ളാഹുവെ, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അഅല വരെ അള്ളാഹുവെ നീ എത്തിച്ചു തരണമേ. ഞങ്ങളുടെ സഹോദരിമാരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവർക്കും ഞങ്ങൾക്കും അള്ളാഹുവെ സമാധാനം നിറഞ്ഞ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് മടക്കിയവർക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, നിന്റെ ഭവനത്തിൽ ഇനിയും വരാനും അള്ളാഹുവെ സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليكم ورحمة الله وبركاته. ورحمة الله وبركاته. Waalaikumsalam warahmatullahi wabarakatuh.